വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. ചെറിയാൻ എന്ന പേരിലും പരമേശ്വരൻ എന്ന പേരിലും വാസുദേവൻ എന്ന പേരിലും സുരേന്ദ്രൻ എന്ന പേരിലും തൂലികാനാമങ്ങളിൽ രചന നടത്തിയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് EMS. ചെറിയാൻ, പരമേശ്വരൻ, വാസുദേവൻ, സുരേന്ദ്രൻ, 4 പേരുകൾ ഓർത്തു വച്ചേക്കുക. ഒരു മാർക്ക് കിട്ടും. നമസ്കാരം, PSC's കുറഞ്ഞൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ VFA പരീക്ഷയിൽ 32/2021 എന്ന ചോദ്യക്കടലാസിൽ ചോദിച്ച ഒരു ചോദ്യവും അനുബന്ധ വസ്തുതകളുമാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ, ഓപ്ഷൻ ബി ഭാഷാ കേരളം, ഓപ്ഷൻ സി നവകേരള ശില്പികൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. ശരിയുത്തരം 1.25 കോടി മലയാളികൾ എന്നുള്ളതാണ്. 1.25 കോടി മലയാളികൾ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിച്ച ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് EMS ആണ്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള EMS ആണ് ഈ പുസ്തകം രചിച്ചത്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS. EMS മന്ത്രിസഭ അധികാരത്തിലെത്തിയത് 1957 ഏപ്രിൽ 5-ാം തീയതിയാണ്. 1957 ഏപ്രിൽ 5-നാണ് EMS മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. വിമോചന സമരത്തെ തുടർന്ന് മന്ത്രിസഭ പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31-നാണ്. ഈ 2 തീയതികളും ഓർത്തു വയ്ക്കുക. EMS മന്ത്രിസഭ അധികാരത്തിലെത്തിയത് 1957 ഏപ്രിൽ 5-നാണ്. വിമോചന സമരത്തെ തുടർന്ന് മന്ത്രിസഭ പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31-നാണ്. വിമോചന സമരം നടന്നത് 1959-ലാണ്. വിമോചന സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരം നടത്തിയത്. മന്നത്ത് പത്മനാഭനെ ഭാരത കേസരി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. NSSൻ്റെ സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ. NSS സ്ഥാപിച്ചത് 1914 എന്ന വർഷത്തിലാണ്. അപ്പോൾ വിമോചന സമരം 1959-ലാണ്. മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരം നടത്തിയത്. അദ്ദേഹത്തെ ഭാരത കേസരി എന്നാണ് വിളിക്കുന്നത്. NSS സ്ഥാപിച്ചത് 1914-ലാണ്. EMS രചിച്ച മറ്റു കുറച്ച് കൃതികളുടെ പേരുകളാണ് നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന കൃതി രചിച്ചത് EMS ആണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന കൃതി രചിച്ചത് EMS ആണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി ഒത്തിരി തവണ PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. PSC എന്നിങ്ങനെ ബ്രാക്കറ്റ് ഇടയാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി. 1.25 കോടി മലയാളികൾ, അതായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം. PSC ചോദിച്ചാണ് 1.25 കോടി മലയാളികൾ. കേരളം ഇന്ന്, ഇന്നലെ, നാളെ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് EMS ആണ്. കേരളം ഇന്ന്, ഇന്നലെ, നാളെ. ഇനിയുള്ള മറ്റൊരു പുസ്തകത്തിൻ്റെ പേരാണ് വേദങ്ങളുടെ നാട്. വേദങ്ങളുടെ നാടെന്ന് പറയുന്ന പുസ്തകം EMS രചിച്ചതാണ്. ആശാനും മലയാള സാഹിത്യവും എന്ന് പറയുന്ന പുസ്തകം EMS എഴുതിയതാണ്. ആശാനും മലയാള സാഹിത്യവും. മറ്റൊരു പുസ്തകമാണ് നമ്മുടെ ഭാഷ. നമ്മുടെ ഭാഷ. ഈ ഭാഷയുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആദിഭാഷ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആര് എന്ന് ഇപ്പോൾ സമീപകാലത്തൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടല്ലോ. ആദിഭാഷ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ആദിഭാഷ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ചട്ടമ്പി സ്വാമികളാണ്. ആദിഭാഷ. അതുപോലെ പ്രാചീന മലയാളം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാലും ഉത്തരം ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ ഇവിടെ പഠിക്കണം. എന്താ? നമ്മുടെ ഭാഷ. ആദിഭാഷ ചട്ടമ്പി സ്വാമിയാണെങ്കിൽ നമ്മുടെ ഭാഷ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് EMS ആണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമിയാണെങ്കിൽ ആശാനും മലയാള സാഹിത്യവും എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് EMS ആണ്. നവോത്ഥാനവും മലയാള സാഹിത്യവും എന്ന് പറയുന്ന പുസ്തകവും EMS രചിച്ചിട്ടുണ്ട്. നവോത്ഥാനവും മലയാള സാഹിത്യവും എന്ന പുസ്തകം EMS രചിച്ച പുസ്തകമാണ്. ഇനിയുള്ളത് ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ EMS പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ EMS പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെയുള്ളത് കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നവരുടെ കൂടെ എന്ന പേരിൽ EMS പുസ്തകം എഴുതിയിട്ടുണ്ട്. EMSൻ്റെ ഒരു രചനയാണ് കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നവരുടെ കൂടെ. അടുത്തത് കാറൽ മാക്സ് പുതുയുഗത്തിൻ്റെ വഴികാട്ടി എന്ന പേരിൽ പുസ്തകം എഴുതിയ EMS ആണ്. EMSൻ്റെ പുസ്തകമാണ് കാറൽ മാക്സ് പുതുയുഗത്തിൻ്റെ വഴികാട്ടി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പുസ്തകമാണ് ചോദ്യോത്തരങ്ങൾ. EMS രചിച്ച കൃതിയാണ് ചോദ്യോത്തരങ്ങൾ. മറ്റൊരു പുസ്തകത്തിൻ്റെ പേരാണ് ഇന്ത്യൻ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. ചോദ്യോത്തരങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന് പറയുന്ന പുസ്തകം എഴുതിയതും EMS ആണ്. ഇന്ത്യൻ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം. മറ്റൊന്ന് വറചട്ടിയിൽ നിന്നും എരിതീയിലേക്ക് എന്ന പുസ്തകം. വറചട്ടിയിൽ നിന്നും
എരി തീയിലേക്ക് എന്ന പുസ്തകം എഴുതിയത് EMS ആണ്. വറ ചട്ടിയിൽ നിന്നും എരി തീയിലേക്ക് എന്ന പുസ്തകം, അതായത് ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ഓർമ്മക്കുറിപ്പുകൾ, കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നവരുടെ കൂടെ, കാറൽ മാക്സ് പുതുയുഗത്തിൻ്റെ വഴികാട്ടി, ചോദ്യോത്തരങ്ങൾ, ഇന്ത്യൻ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം, വറ ചട്ടിയിൽ നിന്നും എരി തീയിലേക്ക് എന്ന പുസ്തകം. ഇനിയുള്ളത് ഡയറി എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു 3 പുസ്തകങ്ങളാണ്. വളരെ എളുപ്പമാണ് പഠിക്കാൻ. ഡയറി എന്ന വാക്കിൽ അവസാനിക്കുന്ന പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്ന് ബെർലിൻ ഡയറിയാണ്. ബെർലിൻ ഡയറി, ഏഷ്യൻ ഡയറി, യൂറോപ്യൻ ഡയറി. ഇത് 3ഉം EMSൻ്റെ കൃതികളാണ്. ബെർലിൻ ഡയറി, ഏഷ്യൻ ഡയറി, യൂറോപ്യൻ ഡയറി. ഇത് 3ഉം എഴുതിയത് EMS ആണ്. ബെർലിൻ, ഏഷ്യൻ, യൂറോപ്യൻ. ബെർലിൻ ഡയറി, ഏഷ്യൻ ഡയറി, യൂറോപ്യൻ ഡയറി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. ചെറിയാൻ എന്ന പേരിലും പരമേശ്വരൻ എന്ന പേരിലും വാസുദേവൻ എന്ന പേരിലും സുരേന്ദ്രൻ എന്ന പേരിലും തൂലികാനാമങ്ങളിൽ രചന നടത്തിയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് EMS. ചെറിയാൻ, പരമേശ്വരൻ, വാസുദേവൻ, സുരേന്ദ്രൻ, 4 പേരുകൾ ഓർത്തു വച്ചേക്കുക, ഒരു മാർക്ക് കിട്ടും. ചെറിയാൻ, പരമേശ്വരൻ, വാസുദേവൻ, ചെറിയാൻ, പരമേശ്വരൻ, വാസുദേവൻ, ചെറിയാൻ, പരമേശ്വരൻ, ചെറിയാൻ, പരമേശ്വരൻ, വാസുദേവൻ, സുരേന്ദ്രൻ എന്നീ പേരുകളിൽ എന്നീ തൂലികാനാമങ്ങളിൽ എഴുതിയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് EMS ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. EMS എഴുതിയ ആദ്യത്തെ കൃതി, EMSൻ്റെ ആദ്യത്തെ കൃതിയുടെ പേരാണ് ജവഹർലാൽ നെഹ്റു. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. EMSൻ്റെ ആദ്യ കൃതിയുടെ പേരാണ് ജവഹർലാൽ നെഹ്റു. നെഹ്റു രചന നടത്താൻ ഉപയോഗിച്ചിരുന്ന തൂലികാനാമമാണ് ചാണക്യ. പരീക്ഷയ്ക്ക് ഇപ്പോൾ സമീപകാലത്ത് ചോദിച്ചിട്ടുണ്ട്. നെഹ്റുവിൻ്റെ തൂലികാനാമമാണ് ചാണക്യ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ തൂലികാനാമം അല്ലെങ്കിൽ ടാഗോർ സ്വീകരിച്ചിരുന്ന ഒരു പേരാണ് ഭാനു സിൻഹ എന്ന് പറയുന്ന പേര്. രവീന്ദ്രനാഥ ടാഗോർ രചന നടത്താൻ ഉപയോഗിച്ചിരുന്ന പേരാണ് ഭാനു സിൻഹ. ജവഹർലാൽ നെഹ്റു ഉപയോഗിച്ചിരുന്ന ഒരു പേരാണ് ചാണക്യ. എന്നാൽ EMS എഴുതിയ ആദ്യത്തെ കൃതിയുടെ പേരാണ് ജവഹർലാൽ നെഹ്റു. EMSൻ്റെ അവസാനത്തെ കൃതിയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ. EMSൻ്റെ അവസാനത്തെ കൃതിയുടെ പേരാണ് തിരിഞ്ഞു നോക്കുമ്പോൾ. EMSൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. EMSൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. KR ഗൗരിയമ്മ, കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിയായിരുന്നു KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേരും ആത്മകഥ എന്നാണ്. EMSൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥ, KR ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേരും ആത്മകഥ എന്നാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കണം. KR ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് ആൻ ഓട്ടോബയോഗ്രഫി എന്നാണ്. നെഹ്റുവിൻ്റെ ആത്മകഥ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരാണ് ആൻ ഓട്ടോബയോഗ്രഫി. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയാണ്. ഇനിയുള്ളത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ പാടുന്ന പടവാൾ. ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അത് EMS ആണ്. ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ചത് EMS ആണ്. M മുകുന്ദൻ്റെ കേശവൻ്റെ വിലാപങ്ങൾ എന്ന കൃതിയിൽ പരാമർശിക്കുന്ന കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതും EMS ആണ്. M മുകുന്ദൻ്റെ കേശവൻ്റെ വിലാപങ്ങൾ. കേശവൻ്റെ വിലാപം എഴുതിയാരെന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. M മുകുന്ദൻ്റെ കേശവൻ്റെ വിലാപങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ആരെ പറ്റിയാണ് പറയുന്നത്? കേശവൻ്റെ വിലാപങ്ങൾ. M മുകുന്ദൻ്റെ കേശവൻ്റെ വിലാപങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ പരാമർശിക്കുന്ന കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് EMS ആണെന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. ടി സുബ്രഹ്മണ്യം തിരുമുമ്പിനെ പാടുന്ന പടവാളെന്ന് വിശേഷിപ്പിച്ചു. കേശവൻ്റെ വിലാപങ്ങൾ പരാമർശിക്കുന്ന കേരള മുഖ്യമന്ത്രി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാനുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.